സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ ചാപ്റ്ററാണ്. ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പം ഇതിൽ ഏകദേശമൊക്കെ കാര്യങ്ങൾ പലപ്പോഴും നിങ്ങൾ കേട്ട കണ്ടന്റുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ഫോക്കസ് ചെയ്യേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, നോക്കാം എന്തൊക്കെയാണ് രണ്ടാമത്തെ ചാപ്റ്ററിലുള്ളത് എന്നുള്ളത്. ഒന്നാമത്തെ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് എലമെന്റ്സ് ഓഫ് കോസ്റ്റ് ആണ്. കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ് ഒക്കെ പറയുന്നുണ്ട്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈസ് എൻ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ടു സെക്യൂർ ആൻ എക്കണോമിക് ബെനിഫിറ്റ്. ആ പോയിന്റ് നോക്കിയാൽ മതി. ഇത് നല്ലപോലെ മനസ്സിലാക്കുക. ഈ എക്കണോമിക് ബെനിഫിറ്റ് സെക്യൂർ ചെയ്യാൻ വേണ്ടി ചെലവാക്കുന്നതിനാണ് എന്ത് പറയുന്നത്? കോസ്റ്റ് എന്ന് പറയുന്നത്. എടാ, എൻ്റെ വീട്ടില്, എൻ്റെ ബിസിനസ്സില് ഒരാള് വന്നു. അയാൾ പറഞ്ഞു, എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്, സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് 1000 രൂപ തരണം എന്ന് പറഞ്ഞു. നമ്മൾ അയാളുടെ സാഹചര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ അയാൾക്ക് എന്ത് ചെയ്തു? 1000 രൂപ എടുത്തു കൊടുത്തു. നമ്മുടെ ബിസിനസിന്റെ കോസ്റ്റ് ആണോ അല്ലേ? അല്ലെങ്കിൽ ഞാൻ എന്നും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഒരു കാണിക്കപ്പെട്ടി അല്ലെങ്കിൽ ഒരു നേർച്ചപ്പെട്ടി ഉണ്ട്. അതിലെന്നും ഒരു 10 രൂപ ഇട്ട് തുടങ്ങിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുക? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. സയന്റിഫിക്കലി അല്ലെങ്കിൽ ടെക്നിക്കലി എനിക്ക് ആ പൈസ കോസ്റ്റ് ആണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? കോസ്റ്റ് ആണോ? കാരണം എക്കണോമിക് ബെനിഫിറ്റ് നമുക്ക് ചിലപ്പോൾ തോന്നും അതിലിട്ടത് കൊണ്ടാണ് എനിക്ക് ഇന്ന് കുറച്ച് കച്ചവടം കൂടിയത് എന്നൊക്കെ തോന്നും. പക്ഷെ നമുക്ക് അത് സയന്റിഫിക്കലി എന്താവണം? പറയാൻ പറ്റണം. എക്കണോമിക് ബെനിഫിറ്റ് ഡിറൈവ് ചെയ്യുന്ന അതിനു വേണ്ടി ഞാൻ ചെലവാക്കിയിട്ടുള്ള എക്സ്പെൻസുകളെയാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കോസ്റ്റ് എന്ന് പറയുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരം ഐറ്റംസുകളെ കോസ്റ്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കലുള്ളൂ. ഓക്കെ. ടോട്ടൽ എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ ദ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്. ഒരു പ്രൊഡക്റ്റും സർവീസും സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻകർ ചെയ്തിട്ടുള്ള എക്സ്പെൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് മതി. അതിൽ കോസ്റ്റ് എന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഡിക്ഷണറി മീനിങ് ഒക്കെ ഉണ്ട്. ദ പ്രൈസ് പെയ്ഡ് ഓൺ സംതിങ് ഫോർ സംതിങ്, ഇങ്ങനെയൊക്കെ പലതും ഉണ്ടാവും. ഓക്കെ, ഇത്ര ഇതിൽ നിർത്താം. ICMA ഡിഫൈൻ കോസ്റ്റ് ആസ് എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ എ ഗിവൺ തിങ്. ഒരു സാധനത്തിന് വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുള്ള പൈസയാണ്. കുറച്ചും കൂടെ ടെക്നിക്കലി വ്യക്തമായിട്ട് ടേം അവതരിപ്പിച്ച ഈ ഒരു കാര്യത്തിലാണ് കോസ്റ്റ് ഈസ് ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ടു സെക്യൂർ ആൻ എക്കണോമിക് ബെനിഫിറ്റ്. എക്കണോമിക് ബെനിഫിറ്റ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു എക്സ്പെൻഡിച്ചറിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, കോസ്റ്റ് റെഫേഴ്സ് ടു ദ ടോട്ടൽ എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ ദ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്. ഒരു പ്രൊഡക്റ്റ് സർവീസും സെയിൽ ചെയ്യാനും പ്രൊഡക്ഷൻ നടത്താനും വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുള്ള ചെലവിനെയാണ് എന്ത് പറയുന്നത്? എക്സ്പെൻസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, നമ്മൾ പല ടേമുകളും വളരെ അധികം ശ്രദ്ധിച്ചുപയോഗിക്കേണ്ടതാണ്. കോസ്റ്റ്, എക്സ്പെൻസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കോസ്റ്റും എക്സ്പെൻസും ഒന്നാണോ? ഞാൻ വലിയ ഒച്ചയില്ലാതെ വളരെ ഇതിൽ സംസാരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഒച്ച കൂട്ടിയത് കൊണ്ട് ക്ലാസ്സിന് പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ലല്ലോ. ഇവിടെ വലിയൊരു കംപ്ലൈന്റ് എന്റെ ഒച്ച കൂടുതലാണ് എന്നുള്ളത് കൊണ്ട്, അതുകൊണ്ടാണ് മെല്ലെ പറയുന്നത്. എക്സ്പെൻസ് എന്ന് പറയുന്നതും കോസ്റ്റും നമ്മൾ പലപ്പോഴും ഒരുപോലെ എത്ര കോസ്റ്റ് ആയി അല്ലെങ്കിൽ എത്ര എക്സ്പെൻസ് ആയി എന്ന് പറയാറുണ്ട്. കോസ്റ്റും എക്സ്പെൻസും സെയിം ആണോ നിങ്ങളുടെ ഒരു അഭിപ്രായത്തില്? നോക്കുക എന്താണെന്നല്ലേ. കോസ്റ്റ് പ്രൊവൈഡ്സ് എ ബെനിഫിറ്റ്. ഇഫ് ബെനിഫിറ്റ്, കോസ്റ്റ് എന്താണ്? ഒരു ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഈ ബെനിഫിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇനി ബാക്കി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോസ്റ്റും എക്സ്പെൻസും തമ്മിൽ എങ്ങനെ മാറുന്നത് എന്നുള്ളത്. കോസ്റ്റ് പ്രൊവൈഡ്സ് എ ബെനിഫിറ്റ്. കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബെനിഫിറ്റ് തരുന്നുണ്ട്. ഇഫ് ബെനിഫിറ്റ് ഈസ് റിസീവ്ഡ് ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് തന്നെ, ഒരു വർഷത്തിനുള്ളിൽ എന്നൊക്കെ പറയാം, അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ബിക്കം ആൻ എക്സ്പെൻസ്. കോസ്റ്റ് എന്താകും? എക്സ്പെൻസ് ആവും. സാലറി ഒരു എക്സ്പെൻസ് ആണ്. ഇഫ് കോസ്റ്റ് ഗിവ്സ് ഫ്യൂച്ചർ ബെനിഫിറ്റ്,
ദെൻ അതെന്തായി മാറും? അസറ്റ് ഓർ എക്സ്പെൻഡിച്ചർ സച്ച് ആസ് മെഷീനറി. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറയാറുണ്ട്, കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറയാറില്ലേ? എന്നാൽ കോസ്റ്റ് ഓഫ് സാലറി എന്നുള്ള രീതിയിലും പറയാറുണ്ട് അല്ലെ. കോസ്റ്റ് വലിയ ടേമാണ്, പക്ഷെ എക്സ്പെൻസ് എന്ന് പറയുന്ന അതിൽ ഇമ്മീഡിയറ്റ് ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ അത് എക്സ്പെൻസ് ആണ്, അല്ലാത്തത് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട് ആ രീതിയിലും പറയും. അപ്പം ഇമ്മീഡിയറ്റ്ലി ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതിന് എക്സ്പെൻസ് എന്ന് വിളിക്കും. ഇമ്മീഡിയറ്റ് ആവട്ടെ മറ്റേതാവട്ടെ എന്തെന്നായാലും ടോട്ടലി നമുക്ക് എന്ത് വിളിക്കാം? കോസ്റ്റ് എന്ന് വിളിക്കാം. ആസ് അസറ്റ് ഈസ് യൂസ്ഡ് ആൻഡ് എക്സ്പെൻസ് സച്ച് ആസ്, അസറ്റിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ഏതാ? ആ ഡിപ്രീസിയേഷൻ മാത്രമാണ്. അതിന്റെ വിയർ ആൻഡ് ടിയർ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? വിയർ ആൻഡ് ടിയർ അല്ലെങ്കിൽ അതിലുള്ള തേയ്മാനം മാത്രമേ എക്സ്പെൻസ് ആയിട്ട് പരിഗണിക്കുള്ളൂ. ഓക്കെ. ദസ് കോസ്റ്റ് ഇൻക്ലൂഡ് എക്സ്പെൻസസ് ആൻഡ് എക്സ്പെൻഡിച്ചർ. കോസ്റ്റ് എക്സ്പെൻസസും എക്സ്പെൻഡിച്ചറും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെയാണ് എക്സ്പെൻഡിച്ചർ എന്ന ടേം ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ കോസ്റ്റ് കുറച്ചും കൂടെ വലിയ ടേമാണ്. അത് ഇമ്മീഡിയറ്റ് ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ അത് എക്സ്പെൻസ് ആണ്. ഇനി എന്നാൽ ലോങ് ടേം ഫ്യൂച്ചറിലും കൂടെ ബെനിഫിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. എന്ത് എക്സ്പെൻഡിച്ചർ ആണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ എക്സ്പെൻസും കോസ്റ്റും പറഞ്ഞത് ഒരു ടേം ആണ്, പക്ഷെ കോസ്റ്റ് എന്ന് പറയുന്ന വലിയൊരു സംഭവത്തിലെ ചെറിയൊരു സംഭവം മാത്രമാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ. കോസ്റ്റ് എന്ന് പറഞ്ഞത്, കോസ്റ്റ് രണ്ടിനെയും നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു വർഷം, ഒരു അക്കൗണ്ടിങ് പീരീഡിൽ മാത്രം ബെനിഫിറ്റ് തീരുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സ്പെൻസ് ആണ്. അതുകൊണ്ടല്ലേ നമ്മളിപ്പോ സാലറി ആയാലും രണ്ട് കാര്യമായാലും എക്സ്പെൻസിനായാലും നമ്മൾ പേയ്മെന്റാ കൊടുക്കുന്നത്, അസറ്റ് വാങ്ങാനും നമ്മൾ പേയ്മെന്റാ കൊടുക്കുന്നത്. പിന്നെ ഒന്നെന്തായി എക്സ്പെൻസ് ആയി, എന്തുകൊണ്ട് അസറ്റ് ആയി? എക്സ്പെൻസിന്റെ ബെനിഫിറ്റ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ തീരും, ചിലപ്പോൾ ഒരു മാസം കൊണ്ട് തീരും, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് തീരും. എംപ്ലോയിക്ക് മന്ത്ലി സാലറി എടുക്കുകയാണ്, ആ മന്തിലെ ബെനിഫിറ്റിന് ആ മന്തിലെ പേയ്മെന്റ് എടുത്തു. ഫിക്സഡ് അസറ്റ് വാങ്ങി, അതൊരു 5-6 കൊല്ലം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് കോസ്റ്റ് ആണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. അതിന് ടൈം എടുത്ത് കൂടണ്ട കേട്ടോ. നമുക്ക് ഇവിടെയാണ് നമ്മുടെ പോയിന്റ് എടുക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അറിയുന്ന ക്ലാസിഫിക്കേഷനാണ്. അതിന്റെ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നോക്കുക. എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഉണ്ട്, സെല്ലിംഗ് കോസ്റ്റ് ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ഉണ്ട്, ഫൈനാൻസിങ് കോസ്റ്റ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു ബിഹേവിയർ അല്ലെങ്കിൽ വേരിയബിലിറ്റിന്റെ അടിസ്ഥാനത്തിൽ, ഇത് ഞാൻ ഓൾറെഡി നല്ലപോലെ വിശദീകരിച്ചതാണ്. ഒന്ന് ഫിക്സഡ് കോസ്റ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം ഓഫ് ഔട്ട്പുട്ട് കൂടിയാലും കുറഞ്ഞാലും ഒരേ ലെവലിൽ പോകുന്ന കോസ്റ്റിനെയാണ് എന്ത് പറയാ? ഞാൻ 2000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും റെന്റ് കൊടുക്കേണ്ടത് 40,000 രൂപയാണ്. ഞാൻ 4000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും റെന്റ് കൊടുക്കേണ്ടത് 40,000 രൂപയാണ്. ഞാൻ 6000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും റെന്റ് കൊടുക്കേണ്ടത് 40,000 രൂപയാണ്. എന്റെ ലെവൽ ഓഫ് ആക്ടിവിറ്റി കൂടിയാലും കുറഞ്ഞാലും കൊടുക്കുന്ന എക്സ്പെൻസിൽ ഒരു മാറ്റം ഇല്ലെങ്കിൽ അത് ഫിക്സഡ് എക്സ്പെൻസ് ആണ്, അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ആണ്. Fixed costs are those costs which do not change within the change volume of production. വോളിയം ഓഫ് പ്രൊഡക്ഷൻ 2000 ഉള്ള ഔട്ട്പുട്ട് അത് 4000 ആയി 6000 എങ്ങനെയായാലും എന്റെ റെന്റ് എന്താണ്? സെയിം ആണ്. വെൻ പ്രൊഡക്ഷൻ ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ദ ഫിക്സഡ് കോസ്റ്റ്, അതായത് ടോട്ടൽ കോസ്റ്റ് എന്ത് ചെയ്യും? റിമെയിൻ ഫിക്സഡ് ആയി നിൽക്കും. പക്ഷെ അത് കുറച്ച് കാലം കഴിയുമ്പോൾ മാറും കേട്ടോ. ഒരു കൊല്ലം കഴിഞ്ഞാൽ റെന്റ് എന്തായി? 40 42 ആവും. ആ മാറ്റമല്ല പറയുന്നത്. അപ്പൊ ലെവൽ ഓഫ് ആക്ടിവിറ്റി കൂടിയാലും കുറഞ്ഞാലും ലെവൽ ഓഫ് ആക്ടിവിറ്റി ചേഞ്ച് ആകുന്നതിനനുസരിച്ച് കോസ്റ്റ് ചേഞ്ച് ആവുന്നില്ലെങ്കിൽ അതിനെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയാം. അപ്പൊ ഫിക്സഡ് കോസ്റ്റിന്റെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന്റെ ഇത് എപ്പോഴും എന്തായിരിക്കും? ഇങ്ങനെ ആയിരിക്കും കർവ് വരിക. കാരണം എന്താ? എത്ര ലെവൽ ഓഫ് ആക്ടിവിറ്റി വരികയാണെങ്കിലും പ്രൊഡക്ഷൻ 1000 യൂണിറ്റ് 2000 യൂണിറ്റ് 3000 യൂണിറ്റ് 4000 യൂണിറ്റ് ഒക്കെ ആണെങ്കിലും നമ്മുടെ കോസ്റ്റ് എത്ര? ഇതായിരിക്കും. നിങ്ങൾ 2000 യൂണിറ്റ് എടുത്താലും 40,000 രൂപ കൊടുക്കണം, 4000 യൂണിറ്റ് ആണെങ്കിൽ 40,000 കൊടുക്കണം, 6000 യൂണിറ്റ് ആയാലും 40,000 കൊടുക്കണം. ഇതാ. എന്നാൽ പെർ യൂണിറ്റ് താഴോട്ട് പോരും. കാരണം എന്താ? 2000 യൂണിറ്റിന് 40,000 രൂപ എടുത്തു കഴിഞ്ഞാൽ 40,000 ഡിവൈഡ് ബൈ അബ്സോർപ്ഷൻ ചെയ്യാണ്. എത്ര? 2000 യൂണിറ്റ് ആയിട്ട്. അപ്പൊ എത്ര കിട്ടുന്നത്? എത്ര കിട്ടും? 20 എന്ന് വരും അല്ലെ? ഇനി അത് 40,000 ഉള്ള റെന്റിന് ഞാൻ എന്ത് ചെയ്യാണ്? 4000 യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ എന്തായി മാറി? 10 എന്നായി മാറി. അത് പെർ യൂണിറ്റ് ആണെങ്കിൽ ഇതെന്താണ്? താഴോട്ട് പോരും. പക്ഷെ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് പറയൽ എങ്ങനെ? ടോട്ടൽ വെച്ചിട്ടാ. ടോട്ടലിൽ ഇത് ഒരേപോലെ നിൽക്കുന്നതാണെങ്കിൽ അത് ഫിക്സഡ് കോസ്റ്റ് ആണ്. പക്ഷെ ഫിക്സഡ് കോസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്താ?
ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ത് ചെയ്യും? ലെവൽ ഓഫ് ആക്ടിവിറ്റി കൂടുന്നതിനനുസരിച്ച് കുറഞ്ഞു വരും. ലെവൽ ഓഫ് ആക്ടിവിറ്റി കുറയുന്നതിനനുസരിച്ച് ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യും? കുറയും. ഇപ്പൊ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇത്ര ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വരും. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും എന്ത് ചെയ്തു? കുറഞ്ഞു. ആ രീതിയിൽ മാറ്റം ഉണ്ടാവും എന്നുള്ളത് കാണിക്കാനാണ്. ഇത്രയും വന്നു കഴിഞ്ഞാൽ, ഇത്രയും യൂണിറ്റ് എത്തിക്കഴിഞ്ഞാൽ എന്താ ഈ ഫിക്സഡിന്റെ എന്താ ഈ ലെവലിലേ വരുള്ളൂ ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, അതൊക്കെയാണ്. ഇനി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ പ്രൊപ്പോർഷനിൽ വേരി ചെയ്യും. ഉദാഹരണം, ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2000 യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? അതിന് കോസ്റ്റ് 4000 രൂപ വരും. 4000 യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോസ്റ്റ് എത്രയായി മാറും? 8000 ആയി മാറും. ഇനി 8000 അല്ലേ? ഇനി 8000 യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആകുമ്പം 16000 ആവും. അതായത് ഇവിടെ 2 വന്നപ്പോ ഇവിടെ 4. ഇത് 2 ഉള്ളത് ഡബിൾ ആയി 4 ആയപ്പം ഇവിടെ ഉള്ളത് 8 ആയി. ഇത് വീണ്ടും അതിന്റെ ഇരട്ടിയായപ്പം ഇവിടെ ഇരട്ടിയായി. അപ്പൊ ലെവൽ ഓഫ് ആക്ടിവിറ്റി കൂടുന്നതിനനുസരിച്ച് അതേ പ്രൊപ്പോർഷനിൽ തന്നെ എമൗണ്ട് കൂടുകയും കുറയുകയും ചെയ്യുകയാണെങ്കിൽ അത് വേരിയബിൾ കോസ്റ്റ് ആണ്. സെയിം പ്രൊപ്പോർഷൻ നിർബന്ധമാണ്. വേരിയബിൾ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് വേരി ഡയറക്ട്ലി വിത്ത് ചേഞ്ച് ഇൻ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഓർ വോളിയം ഓഫ് ഔട്ട്പുട്ട്. ഡയറക്ട്ലി വേരി ചെയ്യും. ഈ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. 2000-ന് 4000 അതേപോലെ പോകുന്നു. Okay, this means that when volume of output increases, total variable cost of also increases proportionately. ആനുപാതികമായിട്ട് ഇവിടെ കൂടിയപ്പോ ഇതേപോലെ ഇവിടെ കൂടി, ഇവിടെ കൂടിയപ്പോ ഇതേപോലെ കൂടി. ഇനി ഇവിടെ 1000 യൂണിറ്റിന് വരുന്നത് എത്രയാണ്? ഒരു യൂണിറ്റിന് 5 രൂപ വെച്ചിട്ട് 1000 യൂണിറ്റിന് 5000 ആണ്. ഓക്കെ, ഇനി 2000 യൂണിറ്റ് അപ്പൊ എത്ര? 5 രൂപ വെച്ചിട്ട് എത്രയായി മാറും? 10000 ആയി മാറും. ഓക്കെ, ഇങ്ങനെ മാറും. ഒരേ പ്രൊപ്പോർഷനിൽ മാറുന്നതാണെന്ത്? ഓക്കെ, when volume of output decrease ആകുമ്പോൾ വേരിയബിൾ കോസ്റ്റ് ആൾസോ ഡിക്രീസസ് പ്രൊപ്പോർഷനേറ്റ്ലി. ഒരേ പ്രൊപ്പോർഷൻ. ഇത് ഡബിൾ തന്നെ ആവണമെന്നില്ല, ഒരേപോലെ ആവാം. രണ്ടിനും ഒരു പ്രൊപ്പോർഷൻ ഒരേപോലെ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? പ്രൊപ്പോർഷനേറ്റ്ലി വരികയാണെന്നുണ്ടെങ്കിൽ ഒരേ ലെവലിലാണെന്നുണ്ടെങ്കിൽ അത് വേരിയബിൾ കോസ്റ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ വേരിയബിൾ കോസ്റ്റ് യൂണിറ്റിലാണെന്നുണ്ടെങ്കിൽ, ടോട്ടലിലാണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നാൽ പെർ യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ വേരിയബിൾ കോസ്റ്റ് എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. കാരണം എന്താ? ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ മെറ്റീരിയലിന് 4 രൂപ വേണം. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ മെറ്റീരിയലിന് 4 രൂപ വേണം. 2 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ യൂണിറ്റിന് എത്ര തന്നെ വരിക? 4 തന്നെ വരിക. അതുകൊണ്ട് 8 ആയി. 3 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 12. അപ്പൊ പെർ യൂണിറ്റ് എത്ര? ഇവിടെയും 4, ഇവിടെയും പെർ യൂണിറ്റ് എത്ര? 4 ആണ്. ഇവിടെയും പെർ യൂണിറ്റ് എത്ര? 4 ആണ്. 12/3 ചെയ്താല്. എന്നാൽ ടോട്ടൽ വരുമ്പോൾ എന്താവും? യൂണിറ്റ് കൂടുന്നതനുസരിച്ച് കൂടി പോകും. രണ്ടും ശ്രദ്ധിക്കുക. ഇവിടെ ഇങ്ങോട്ട് താഴോട്ടായിരുന്നു, യൂണിറ്റ് കൂടുന്നതനുസരിച്ച് കുറഞ്ഞു വരിക. എന്തുകൊണ്ടാ? യൂണിറ്റ് 40000 ഉള്ള 40000 ആയിരുന്നു റെന്റ്. 2000 യൂണിറ്റ് ആകുമ്പോൾ പെർ യൂണിറ്റ് എന്ത് ചെയ്യും? ഇത്രയാണ്. 40000 ഉള്ള റെന്റ് 4000 യൂണിറ്റ് ആണെങ്കിൽ 10 ആയി മാറി. അപ്പൊ യൂണിറ്റ് കൂടുന്നതിനനുസരിച്ച് പെർ യൂണിറ്റ് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. പെർ യൂണിറ്റ് ഇവിടെ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ്? കൂടുന്നതിനനുസരിച്ച് വേരിയബിൾ കോസ്റ്റ് അങ്ങനെ കൂടി പോകും. ഞാൻ പറഞ്ഞല്ലോ, 2000 യൂണിറ്റ് ആണെങ്കിൽ 4000 രൂപ, 4000 ആണെന്നുണ്ടെങ്കിൽ 8000, അങ്ങനെ കൂടി പോകുന്നതാണ്. ഇതൊക്കെ നമ്മൾ ഓവർഹെഡ് ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തതാണ്. ഇത് സെമി വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ലി ഫിക്സഡ് ആണ്, പാർട്ലി വേരിയബിൾ ആണ്. കുറച്ച് ഭാഗം ഫിക്സഡ് ആണ്. അതിന് എക്സാമ്പിൾ പറഞ്ഞ ടെലിഫോൺ ചാർജിനൊക്കെ പോലെ. ഇപ്പത്തെ മൊബൈലിന്റെ ചാർജ് അല്ല കേട്ടോ. ഇപ്പൊ നിങ്ങൾ പോസ്റ്റ് പെയ്ഡ് സിം ഒക്കെ എടുത്താൽ മനസ്സിലാവും. പോസ്റ്റ് പെയ്ഡ് സിമ്മിൽ ഇപ്പോഴും ഉണ്ട്. പോസ്റ്റ് പെയ്ഡ് സിമ്മില് 250 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 200 കോൾ നിങ്ങൾക്ക് എന്താണ്? ഫ്രീ ആണ്. അതിന് എക്സ്ട്രാ ചാർജ് ഒന്നും വേണ്ട. ഇനി 200 കോൾ കഴിഞ്ഞ് 200 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? ഓരോ മിനിറ്റിനും 2 രൂപ വെച്ച് അല്ലെങ്കിൽ 1 രൂപ വെച്ച് വരും. അപ്പൊ എന്താണ്? ആദ്യത്തെ ഒരു ഘട്ടം വരെ ഇത് എന്താണ്? ഫിക്സ്ഡ് ആണ്. പിന്നീട് അതെന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു പരിധി വരെ ഇത് ഫിക്സഡും പിന്നെ അങ്ങോട്ട് ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ അതെന്താണ്? സെമി വേരിയബിൾ. വേണമെങ്കിൽ ഇതിനെ സെമി ഫിക്സഡ് എന്നും വിളിക്കാം. അത് അവിടെ കാണുന്നുണ്ട്, സെമി ഫിക്സഡ് എന്നും വിളിക്കാം. കാരണം എന്താ? സെമി വേരിയബിൾ എന്ന് പറഞ്ഞാൽ പാർട്ലി ഫിക്സഡും പാർട്ലി വേരിയബിളും. അതേപോലെ തന്നെ സെമി ഫിക്സഡ് ആണ്, പകുതി ഫിക്സ്ഡ് ആണ്, പകുതി അപ്പൊ എന്താണ്? വേരിയബിൾ ആണ്. ടെലിഫോൺ ചാർജ്, റിപ്പയർ, മെയിൻ്റനൻസ്, പവർ ചാർജ്, ഡിപ്രീസിയേഷൻ. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു ബുക്ക് അടിക്കാനൊക്കെ പറയുന്ന സമയത്ത് ബുക്ക് 500 കോപ്പി വരെ എത്ര വരും? 20000 രൂപ. നിങ്ങൾ 150 കോപ്പി അടിച്ചാലും 200 കോപ്പി അടിച്ചാലും 300 കോപ്പി അടിച്ചാലും. പിന്നെ 1000 കോപ്പി വരെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ എമൗണ്ട് കുറച്ച് മാറ്റം വരും.
അപ്പൊ 500 മുതൽ 700 വരെ ഒരേ റേറ്റ് ആണ്. അപ്പൊ ഒരു പരിധി വരെ അത് ഫിക്സഡ് ആണ്, പിന്നെ അങ്ങോട്ട് വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് പാർട്ട്ലി ഫിക്സഡും പാർട്ട്ലി വേരിയബിൾ ആണെങ്കിൽ അതിനെ സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയും. ഓക്കെ, അതിന്റെ രീതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പരിധി വരെ ഫിക്സഡ്, അതുകൊണ്ട് ഫിക്സഡ് ഇവിടെ നിൽക്കും, ഇവിടെയാണ് മാറ്റം വരുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മള് ടെലിഫോണിന്റെ കേസ് പറയാം, 250 രൂപ വരെ എന്തെന്നായാലും കൊടുക്കണം, പിന്നെ കോള് കൂടുന്നതിനനുസരിച്ച് ഇതിങ്ങനെ കൂടി പോകും. ഓക്കെ, ഇതാണ് വേരിയബിൾ പോർഷൻ ഇവിടെയാണ്, ഫിക്സഡ് പോർഷൻ ഇവിടെയാണ്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ച് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി സ്റ്റെപ്പ് കോസ്റ്റ്. സ്റ്റെപ്പ് കോസ്റ്റും ഇതേപോലെ തന്നെ ഒരു വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റിന്റെ മറ്റൊരു വകഭേദമാണ്. ദീസ് റിമെയിൻ ഫിക്സഡ് ഓവർ എ റേഞ്ച്, ഒരു റേഞ്ച് വരെ ആക്ടിവിറ്റി വരെ ഇത് എന്ത് ചെയ്യും, ഫിക്സ്ഡ് ആണ്. സെമി വേരിയബിൾ കോസ്റ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ വരെ ഫിക്സ്ഡ്, അത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു പ്രൊപ്പോർഷനേറ്റ്ലി എന്ത് ചെയ്യാണ്, കൂടി പോവുക, ഒരു പ്രൊപ്പോർഷൻ ബേസ്ഡാണ്. ഇവിടെ അങ്ങനെയല്ല, ഇതുവരെ ഒരു കോസ്റ്റ്, ഇത് കഴിഞ്ഞ ഒറ്റയടിക്ക് ഇങ്ങോട്ട് മാറും, ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഇതാ കോസ്റ്റ്, ഇത് കഴിഞ്ഞ ഒറ്റയടിക്ക് ഇങ്ങോട്ട് മാറും, ഒരു സ്റ്റെപ്പ് പോലെ ഇങ്ങനെ പോകുന്ന. ഇപ്പൊ ഈ ലെവൽ വരെ ചെയ്യാൻ ഒരു കോസ്റ്റ്, പിന്നെ ഒറ്റ ചാട്ടം, പിന്നെ ഇത്ര വരെ ഇതായിരിക്കും, ഇങ്ങനെ പോകുന്ന. അതും സെമി വേരിയബിൾ കോസ്റ്റിന്റെ മറ്റൊരു വകഭേദമാണെന്ന് കൂടെ മനസ്സിലാക്കാം. സ്റ്റെപ്പ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ഇൻക്രീസസ് ഇൻ സ്റ്റെപ്പ്. ഞാൻ ആ ബുക്കിന്റെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ ദ റിമെയിൻ ഫിക്സഡ് ഓവർ എ റേഞ്ച് ഓഫ് ആക്ടിവിറ്റി ദെൻ ജംപ് ടു എ ഹയർ ലെവൽ when level of activity increase beyond a certain point. സ്റ്റെപ്പ് കോസ്റ്റ് ആൾസോ നോൺ ആസ് ചങ്കി കോസ്റ്റ് എന്നും വിളിക്കാറുണ്ട്. ചങ്കിന്റെ ഫീമെയിൽ വെർഷൻ അത് തോന്നുന്നുണ്ട്, ചങ്കി. ഓക്കെ, സ്റ്റെപ്പ് കോസ്റ്റ് ഈസ് എ വേരിയന്റ് ഓഫ് സെമി വേരിയബിൾ കോസ്റ്റ്. സെമി വേരിയബിൾ കോസ്റ്റിന്റെ ഒരു വകഭേദമാണ്, ഒരു വേരിയന്റ് ആണ് എന്ത്. ഓക്കെ ആണല്ലോ, ഇൻസ്പെക്ഷൻ കോസ്റ്റ്, സൂപ്പർവൈസർ സാലറി, ക്യാൻറ്റീൻ സ്റ്റാഫിന്റെ വേജ്, ഇതൊക്കെയാണ് ഈ രീതിയിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. സെറ്റ് അല്ലേ? ഇനി ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് പറയുന്നത്. ഐഡന്റിഫയബിലിറ്റി അല്ലെങ്കിൽ ട്രേസബിലിറ്റിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നത് ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ഒക്കെ ഒരു പ്രൊഡക്റ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒരാൾ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതെന്താണ്, ഡയറക്റ്റ് കോസ്റ്റ് ആണ്. All cost which can conveniently identify with a particular cost center or cost unit are known as direct cost. ഒരു ഡിപ്പാർട്ട്മെന്റ്, കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ, കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ, കിലോ എന്നൊക്കെ പറയല്ലോ, അല്ലെങ്കിൽ ഒരു പേന എന്നൊക്കെ പറയല്ലോ. ഒരു പേന എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഒരു കിലോ പഞ്ചസാര എന്ന് പറഞ്ഞാൽ അവിടെ കിലോ ആണെന്ത്, കോസ്റ്റ് യൂണിറ്റ്. ഓക്കെ, അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിലേക്ക് ഡയറക്ട്ലി കൺവീനിയന്റ്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ട്രേസ് ചെയ്യാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് കോസ്റ്റ് ആണ്. ഓക്കെ, ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കൺവീനിയന്റ്ലി എന്ത് ചെയ്യാൻ പറ്റൂല വിത്ത് എ പെർട്ടിക്കുലർ കോസ്റ്റ് ഓർ കോസ്റ്റ് യൂണിറ്റ്, ഇതിന് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയും. ഇതാണ് ഫാക്ടറി റെന്റ് പോലത്തെ കാര്യങ്ങളൊക്കെ ഇതിന് എക്സാമ്പിൾ. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ ക്ലാസിഫിക്കേഷൻ ടൈമിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാണ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പറഞ്ഞാൽ എന്താ, the cost which are incurred after event is take place. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പറഞ്ഞാൽ പഴയ കോസ്റ്റ്, നമ്മൾ ബിൽഡിംഗ് ഒക്കെ വാങ്ങുമ്പോൾ അതിന്റെ കോസ്റ്റ് പറഞ്ഞാൽ പഴയ കോസ്റ്റ്. ദ കോസ്റ്റ് ആർ വിച്ച് ആർ ഇൻകേർഡ് ആഫ്റ്റർ ആൻ ഇവന്റ് ടേക്ക് പ്ലേസ്, ഒരു ഇവന്റ് ടേക്ക് പ്ലേസ് ചെയ്തതിനു ശേഷം ഇൻകർ ചെയ്തതാണ്. ഇത് ആക്ച്വൽ കോസ്റ്റിനാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയാം. നമ്മളൊരു സാധനം വാങ്ങി അതിന് പേയ്മെന്റ് കൊടുക്കുന്ന അതിനാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയാം. ഇനി പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റിനാണ് പ്രൊഡക്റ്റ് കോസ്റ്റ് അറിയാം. ദീസ് ആർ കോസ്റ്റ് വിച്ച് ആർ ഡയറക്ട്ലി അസോസിയേറ്റ് വിത്ത് ദ പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റിനായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കോസ്റ്റിനെ പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറയും. ദീസ് കോസ്റ്റ് മേക്കിംഗ് എ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്, എക്സാമ്പിൾ പ്രൊഡക്റ്റ് കോസ്റ്റ് ആർ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഫാക്ടറി ഓവർഹെഡ്, ഇതിനൊക്കെയാണ് പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറയും. ഇനി പീരിയഡ് കോസ്റ്റ് ഉണ്ട്. പീരിയഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പീരിയഡിന് കൊടുക്കുന്ന, ഇതൊരു പ്രൊഡക്റ്റിന് വെച്ചിട്ടേ വരുള്ളൂ, ഇതൊരു പീരിയഡിനാ വരിക. ഏതുപോലെ ഡിപ്രീസിയേഷൻ, റെന്റ്, സാലറി, ഒരു മാസത്തെ റെന്റ്, ഒരു കൊല്ലത്തെ ഇൻഷുറൻസ്, ഇങ്ങനെയൊക്കെ വരൂലേ. ദീസ് കോസ്റ്റ് ആർ ചാർജ്ഡ് ആസ് എൻ എക്സ്പെൻസ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ പീരിയഡ് ഇൻ വിച്ച് ദേ ആർ ഇൻകേർഡ്. ഒരു പീരിയഡിനാണ് വരിക. ദേ ആർ ഇൻകേർഡ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം, ടൈമിന്റെ അടിസ്ഥാനത്തിലല്ലേ ഡിപ്രീസിയേഷൻ വരിക. ഒരു മാസം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വരും, ഒരു മാസത്തെ റെന്റ്, 4 മാസത്തെ റെന്റ്, സാലറി, ഒരു മാസത്തെ സാലറി, 2 മാസത്തെ സാലറി, അങ്ങനെ പോവാം. അതാണ് പീരിയഡ് കോസ്റ്റ്. പീരിയഡിനെ ബേസ് ചെയ്ത് വരുന്ന കോസ്റ്റ് പീരിയഡ് കോസ്റ്റ്. പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അഡ്വാൻസ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് ആണ്. ഇതൊക്കെ ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല, കുഴപ്പമില്ല, ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്, വലിയ ഡൗട്ട് ഇല്ല. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് മാനേജീരിയൽ ഡെസിഷൻ മേക്കിംഗ്. ഈ പോയിന്റ് നല്ലപോലെ ശ്രദ്ധിക്കാട്ടോ.
സങ്ക് കോസ്റ്റ്. മാനേജീരിയൽ ബേസിന്റെ അടിസ്ഥാനത്തിൽ, മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ് സങ്ക് കോസ്റ്റ്. സങ്ക് കോസ്റ്റ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. നോക്കുക, സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി ഇൻക്വയറി ചെയ്ത ഒരു എക്സ്പെൻസ് ആണ്. ആസ് എ റിസൾട്ട് ഓഫ് ഡിസിഷൻ മെയ്ഡ് ഇൻ പാസ്റ്റ്, മുൻപ് നമ്മൾ ഒരു തീരുമാനം എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇൻക്വയർ ചെയ്തിട്ടുള്ള കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്? സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ തീരുമാനത്തിൽ ഇതിനൊരു റെലവൻസും ഉണ്ടാവില്ല. പുതിയ തീരുമാനം എടുക്കുമ്പോൾ ഇവിടെ ഈ ഒരു കാര്യത്തിന് ഒരു റെലവൻസും ഉണ്ടാവില്ല അങ്ങനത്തെ കോസ്റ്റിന്. സച്ച് കോസ്റ്റ് കനോട്ട് ബി റിവേഴ്സ്ഡ്, നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഞാനൊരു പ്ലാന്റ് വാങ്ങി, അല്ലെങ്കിൽ ഒരു ഫർണിച്ചർ വാങ്ങി, ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങി. ഈ വാങ്ങിയതിന് ആ കോസ്റ്റ് തിരിച്ചെടുക്കാൻ കഴിയുമോ? ഇല്ല, റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. ഓർ റിവേഴ്സ്ഡ് ബൈ ഫ്യൂച്ചർ ഡെസിഷൻ, പുതിയൊരു തീരുമാനം എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അത് റിവേഴ്സ് ചെയ്യാൻ പറ്റൂല, അങ്ങനെ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ദീസ് ആർ നോട്ട് റെലവന്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഇനി ഒരു ഡിസിഷൻ മേക്കിംഗിന് ഇത് എന്തല്ല, ഒരു റെലവന്റ് അല്ല. ഇനി അത് വെച്ച് കാര്യങ്ങൾ ചെയ്യാന്നല്ലാതെ പുതിയ തീരുമാനം എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയൂല. പ്രത്യേകിച്ച് വലിയ ബൾക്കായിട്ടുള്ള വലിയ എമൗണ്ട് നമ്മൾ ഈ പ്ലാന്റിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ സങ്ക് കോസ്റ്റ് ആണ് കേട്ടോ. ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്ലാന്റ്, മെഷീനറി, ഇതൊക്കെയാണ് സങ്ക് കോസ്റ്റിന് എക്സാമ്പിൾ. ആസ് സൂൺ ആസ് ഫിക്സഡ് അസറ്റ് ഈസ് പർച്ചേസ്ഡ് ഇറ്റ് ഈസ് കോസ്റ്റ്, പിന്നെ എന്തായി? സങ്ക് കോസ്റ്റ് ആയി മാറി. ഇനി അതെന്ത് ചെയ്യാൻ പറ്റൂല? റിവേഴ്സ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഇത് ഇറിവേഴ്സിബിൾ ആണ്. ഡിസിഷൻ എന്ത് ചെയ്യാൻ പറ്റൂല? റിവേഴ്സ് ചെയ്യാൻ പറ്റൂല. എമൗണ്ട് ഇറീക്കവറബിൾ ആണ്, നമുക്ക് റീകവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിനെ സങ്ക് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. കഴിഞ്ഞു, ഇനിയിപ്പോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അതാണ് സങ്ക് കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണം, എന്റെ കയ്യിൽ ഒരു 10,000 രൂപ ഉണ്ട്. ഈ 10,000 എടുത്തിട്ട് എനിക്ക് SBIന്റെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. അവിടെ എനിക്ക് 6% ഇൻട്രസ്റ്റ് കിട്ടും. ഇതേ 10,000 ഒന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? വേറൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അവിടെ എനിക്ക് 10% ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടും. ഞാൻ ഈ രണ്ട് ആൾട്ടർനേറ്റീവ് ഉള്ളത്. ഇതിൽ ഒരു ആൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യുമ്പോൾ എനിക്ക് നഷ്ടമാവുന്ന മറ്റൊരു ആൾട്ടർനേറ്റീവ് ഉണ്ട്. ഈ കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു കോസ്റ്റ് അല്ല, നമ്മൾ പല ഡിസിഷൻ മേക്കിങ്ങും എടുക്കുമ്പോൾ സഹായിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഈ രണ്ട് ഇതെടുത്തതിൽ എനിക്ക് എത്ര ഡിഫറൻസ് വരുന്നത്? 400 രൂപ, ആ രീതിയിലാണ് എന്ത് ചെയ്യുക, ഡിഫറൻസ് വരിക. കാരണം 10,000 ഡെപ്പോസിറ്റ് ചെയ്താൽ ഇവിടെ എന്താണ് 10 ആ രീതിയിൽ മാറ്റം വരും. അപ്പൊ 1000 കിട്ടുമ്പോൾ 600 കിട്ടും. അങ്ങനെയുള്ള ഡിഫറൻസിയേഷൻ ഒക്കെ നോക്കാൻ ഇത് ഉപയോഗിക്കുള്ളൂ. എന്തായാലും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ആൾട്ടർനേറ്റീവ് ആക്ഷൻ ഉണ്ട്. അതിൽ ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ മറ്റത് നമുക്ക് നഷ്ടപ്പെടുകയാണല്ലോ. യഥാർത്ഥത്തിൽ നഷ്ടപ്പെടണമെന്നില്ല, ഒന്നേ നമുക്ക് അതുകൊണ്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അതിനെ നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പറഞ്ഞാൽ യഥാർത്ഥ കോസ്റ്റ് അല്ല കേട്ടോ, ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കോസ്റ്റ് ആണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇസ് ദ വാല്യൂ ഓഫ് ബെനിഫിറ്റ് സാക്രിഫൈസ്ഡ് ഇൻ ഫേവർ ഓഫ് ആൻ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഒരു ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷന് അനുകൂലമായിട്ട് നമ്മൾ എടുത്തതിന്റെ കാരണത്താൽ നമ്മൾ സാക്രിഫൈസ് ചെയ്ത ബെനിഫിറ്റിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർഗോൺ. നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ടില്ല, ഫോർഗോൺ ചെയ്തിട്ടുള്ള ബെസ്റ്റ് ആൾട്ടർനേറ്റീവിന്റെ കോസ്റ്റ്. അതാ പറഞ്ഞത്, ഞാൻ കമ്പനിയിൽ ഷെയർ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു? SBIന്റെ ഇൻട്രസ്റ്റ് കളഞ്ഞു. അതേപോലെ ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ബെനിഫിറ്റ് ഫോർഗോൺ വെൻ വൺ ഡിസിഷൻ ആൾട്ടർനേറ്റീവ് ഈസ് സെലക്ടഡ് ഓവർ അനദർ. ഒരു ഡിസിഷന്റെ മറ്റൊരു ആൾട്ടർനേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് നഷ്ടപ്പെടുത്തുന്നത്. അതൊക്കെ കൂടുതൽ പറഞ്ഞു. ഇതാണ് വെൻ വൺ ആൾട്ടർനേറ്റീവ് ഈസ് ചൂസൺ ഓവർ ദ അതർ, the possible benefit of lost from the rejected alternative is the opportunity cost. അങ്ങനെയൊക്കെ പലതും പറയാം. ഓക്കെ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഒക്കെ നിങ്ങൾ മാനേജറിയൽ എക്കണോമിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ ആണോ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അറിയുന്ന കോസ്റ്റ് തന്നെയല്ലേ നിങ്ങൾക്ക്? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ. ഓക്കെ. ഇനി ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ബിറ്റ്വീൻ ടു ആൾട്ടർനേറ്റീവ് ഈസ് കോൾഡ് ഡിഫറൻഷ്യൽ കോസ്റ്റ്. ഡിഫറൻസ് ഇൻ ടോട്ടൽ കോസ്റ്റ് ബിറ്റ്വീൻ ടു ആൾട്ടർനേറ്റീവ്. രണ്ട് ആൾട്ടർനേറ്റീവ് എടുക്കുമ്പോൾ അതിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഡിഫറൻഷ്യൽ കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാനിപ്പോ ഒരു മെഷീൻ ഉണ്ട്, രണ്ടാമത്തെ മെഷീനും ഉണ്ട്. ഈ മെഷീനിൽ നിന്നും ഈ മെഷീനിലേക്ക് പോകുമ്പോൾ എന്റെ കോസ്റ്റ് എന്താണ്? ഇവിടെ 5,000 ഉള്ളത് എന്ത് ചെയ്യാൻ പോവാണ്? 6,000 ആവാൻ പോവാണ്. അപ്പൊ ഈ കോസ്റ്റ് കൂടിയില്ലേ? ഒന്നാമത്തെ മെഷീനിൽ നിന്ന് രണ്ടാമത്തേക്ക് പോയപ്പം
കൂടിയത് എത്രയാണ്? 1000 ആണ്. ഈ 1000 കൂടിയതായതുകൊണ്ട് ഇത് ഇൻക്രിമെന്റൽ ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയും. ഇനി ഞാൻ എൻ്റെ അടുത്ത് ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരു മെഷീനുണ്ട്, വൈ എന്ന് പുതിയൊരു മെഷീനുണ്ട്. എക്സ് എടുത്ത സമയത്ത് ഞാൻ 10,000 ചെലവാക്കിയിരുന്നു അതിന്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ? 8,000 ചെലവാക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഡിഫറൻഷ്യൽ കോസ്റ്റ് ഇതിന്ന് ഇതിലേക്ക് മാറിയത് കൊണ്ട് എനിക്ക് ഡിഫറൻസ് എത്ര വന്ന്? 2,000. ഇതെന്താണ്? കുറയുക ചെയ്ത്. അപ്പൊ ഡിക്രിമെന്റൽ ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയും. അപ്പൊ രണ്ട് ആൾട്ടർനേറ്റീവ് ഉണ്ട്. അത് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ചേഞ്ച് ആവുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റിൽ എത്രയാണോ ഡിഫറൻസ് വരുന്നത് അതിനാണ് ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ 5,000 ടോട്ടൽ കോസ്റ്റ് ഉണ്ടായിരുന്നു, ഇതിലേക്ക് മാറിയപ്പോൾ 6,000 ആയി മാറി. അപ്പൊ അത് ഇൻക്രിമെന്റൽ എന്താണ്? ഡിഫറൻഷ്യൽ കോസ്റ്റ് ആണ്. ഇവിടെ 10,000 ആയിരുന്നു, അതിന്ന് മാറിയപ്പോൾ 8,000 ആയി മാറി. എന്താണ്? 2,000 ഡിക്രിമെന്റൽ ഡിഫറൻഷ്യൽ കോസ്റ്റ് ആണ്. അതൊക്കെ ഇവിടെ പറയുന്നുണ്ടാവും, നോക്കാം. ഇഫ് എ ഡിസിഷൻ റിസൾട്ട് is in an increase the cost increase ആണെങ്കിൽ the differential cost is called incremental cost. ഇനി ഡിസിഷന്റെ സഹായത്താൽ ഡിക്രീസ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ, അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഡിക്രിമെന്റൽ കോസ്റ്റ് എന്നും വിളിക്കും. ഓക്കെ. ഇംപ്യൂട്ട് കോസ്റ്റ് ഇത് ഒരു നോഷണൽ കോസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ കോസ്റ്റ് ആണ്. ഇത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലൊന്നും റെക്കോർഡ് ചെയ്യില്ല. ഇത് സംഭവം എന്താ അറിയോ? ഓണർ ബിസിനസിന് വേണ്ടി പണിയെടുത്തു കഴിഞ്ഞാൽ ഓണർക്ക് സാലറി ഒന്നും കൊടുക്കുവോ? സ്വന്തം സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഓണറിന് സാലറി എന്ന് പറഞ്ഞ പരിപാടിയൊന്നുമില്ല. അയാൾ എന്തെടുത്ത് പോവാണെങ്കിലും അത് ഡ്രോയിങ്സ് ആണ്. അപ്പൊ ഇതിന്റെ ഓണറിന്റെ സാലറി എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി നമ്മൾ റെക്കോർഡ് ചെയ്യൂല. അപ്പൊ എന്താണ്? ഇംപ്യൂട്ട് കോസ്റ്റ് ആണ്. സ്വന്തം ക്യാപിറ്റലിനുള്ള ഇൻട്രസ്റ്റ് അത് ആക്ച്വലി നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. അത് നമുക്ക് കിട്ടാത്തൊരു കോസ്റ്റാണ്. ഇത് നോഷണൽ കോസ്റ്റ് ആണ്, യഥാർത്ഥ കോസ്റ്റ് അല്ല. ഇൻഫ്ലേഷൻ കാരണത്താൽ ഒരു അസറ്റിന്റെ വാല്യൂ എന്ത് ചെയ്യുക? കുറയുക. പണപ്പെരുപ്പം കാരണത്താൽ ഒരു അസറ്റിന്റെ വാല്യൂ എന്ത് ചെയ്യുക? കൂടുക. അതിൽ നമുക്ക് വാല്യൂ നഷ്ടപ്പെടുക. കൂടുക മീൻസ് വാല്യൂ നഷ്ടപ്പെടുക. പണപ്പെരുപ്പം വന്നതിന്റെ കാരണത്താൽ ഒരു സാധനത്തിന് തീരെ മൂല്യമില്ലാതായി മാറുക. അങ്ങനെ വരുമ്പോൾ അതെന്താണ്? അതൊക്കെ ഒരു നോഷണൽ കോസ്റ്റ് ആണ്, യഥാർത്ഥ കോസ്റ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റൂല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്യൂല. മൂല്യമില്ലാതാവൂലേ ഓരോ സാധനങ്ങൾക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്യാഷ് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ആ എക്സ്പെൻസ് ഇൻകർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഔട്ട് ഓഫ് പോക്കറ്റിൽ നിന്ന് പൈസ പോകുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഒന്നെങ്കിൽ ഇപ്പം പോവും, അല്ലെങ്കിൽ കുറച്ച് ഫ്യൂച്ചറിൽ പോവും. അതാണ് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്. ഡിപ്രീസിയേഷൻ ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് പൈസ എന്തെങ്കിലും കയ്യിൽ നിന്ന് പോകുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അതെന്തല്ല? ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് അല്ല. ഇൻഷുറൻസ് പ്രീമിയം, റെന്റ്, റിപ്പയർ, ലേബർ കോസ്റ്റ് ഒക്കെ ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് ആണ്. പക്ഷെ ഡിപ്രീസിയേഷൻ, അമോർട്ടൈസേഷൻ, റൈറ്റ് ഓഫ്, ഇതൊന്നും പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല. അതിലൊരു ക്യാഷ് ഔട്ട്ഫ്ലോ ഇല്ല. അതിന് നമുക്ക് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന് പറയാൻ പറ്റൂല. ഇനി ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കമ്പനി തൽക്കാലം ടെമ്പറലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റോ മെറ്റീരിയൽ ഷോർട്ടേജിന്റെ കാരണത്താലൊക്കെ നമ്മൾ തൽക്കാലം ക്ലോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആയാലും നമ്മൾ ഇൻകർ ചെയ്യേണ്ട കോസ്റ്റിനാണ് എന്ത് ചെയ്യുന്നത്? ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയുന്നത്. ദീസ് ആർ കോസ്റ്റ്. ഇത് ഫിക്സഡ് കോസ്റ്റ് ആണ്, വിച്ച് വിൽ ഇൻകേർഡ് ഈവൻ ഇഫ് ദ പ്ലാന്റ് ഈസ് ക്ലോസ് ഡൗൺ ടെമ്പറലി ഡ്യൂ ടു റോ മെറ്റീരിയൽ ഷോർട്ടേജ്, ലേബർ പ്രോബ്ലം, ഫോൾ ഇൻ ഡിമാൻഡ്, ഇത്തരം കാരണം. ഇപ്പൊ റെന്റ്, ഡിപ്രീസിയേഷൻ, പ്ലാന്റിന്റെ മെയിൻ്റനൻസ്, ഇൻഷുറൻസ്, ഇതൊക്കെ പൂട്ടിയിട്ടാലും ഇത് കൊടുക്കേണ്ടി വരും. താൽക്കാലികമായിട്ട് പൂട്ടിയിട്ടാലും. പെർമനന്റ് സ്റ്റാഫിന് കൊടുക്കുന്ന സാലറി നിങ്ങൾ തുറന്നില്ല, പെർമനന്റ് സ്റ്റാഫിന് സാലറി കൊടുക്കേണ്ടി വരും. പിന്നെ ക്യാപിറ്റലിന് മേല്, ലോണിന് മേല് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, ഇതൊക്കെ എന്താണ്? ഷട്ട് ഡൗൺ കോസ്റ്റ് ആണ്. ഷട്ട് ഡൗൺ കോസ്റ്റ് പറഞ്ഞാൽ പൂട്ടാനുള്ള ചെലവ് എന്നല്ല കേട്ടോ. ഈവൻ ടെമ്പറലി ഷട്ട് ഡൗൺ ചെയ്താലും നമ്മൾ ചെലവാക്കുന്ന കോസ്റ്റിനെ ആണ് എന്ത് ചെയ്യുക? ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി മാർജിനൽ കോസ്റ്റിംഗ് എന്താ? നമ്മൾ അഡീഷണലി ഒരു യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് എക്സ്ട്രാ വരുന്ന കോസ്റ്റ് ആണ്. ഞാനിപ്പം 1000 യൂണിറ്റ് ഉണ്ടാക്കി, അതിന് 2,000 രൂപ ചെലവാണ്. 1,001 യൂണിറ്റ് ഉണ്ടാക്കിയപ്പോൾ 2,100 ആയി. ഇവിടെ 2,000 അഡീഷണലി യൂണിറ്റ് ഉണ്ടാക്കിയപ്പോൾ എത്ര ചെലവ് വന്നു? 100 രൂപ ചെലവ് വന്നു. ഈ 100 രൂപയാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. കൺവേർഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ടിനെ അല്ലെങ്കിൽ ഒരു റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കാൻ വേണ്ടി വരുന്ന എന്തൊക്കെ കോസ്റ്റ് ഉണ്ട് അതാണ് കൺവേർഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ ഓഫ് ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, മാനുഫാക്ചറിങ് ഓവർഹെഡ്, ഇതൊക്കെയാണ് കൺവേർഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്.
ദാറ്റ് കൺവേർഷൻ കോസ്റ്റ് എക്സ്ക്ലൂഡ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ കോസ്റ്റ് എന്ത് ചെയ്യൂല, അതിൽ വരൂല. അവർ മെറ്റീരിയലിനെ കൺവേർട്ട് ചെയ്യാൻ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ലേബറും മറ്റ് എക്സ്പെൻസുകളും മാനുഫാക്ചറിങ് ഓവർ ഹെഡുകളല്ലേ. അതാണ് കൺവേർഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്, കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി റെലവന്റ് കോസ്റ്റ്, ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കോസ്റ്റിനെയാണ് റെലവന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് വിച്ച് ഹാവ് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ ഡിസിഷൻ മേക്കിംഗ് ആർ കോൾഡ് റെലവന്റ് കോസ്റ്റ്. എന്തെങ്കിലും റെലവൻസ് ഉള്ള കോസ്റ്റിനെയാണ്, തീരുമാനങ്ങൾ എടുക്കുന്നതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, റെലവന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്യാം. കൊറേ അങ്ങനെ പോകുന്നുണ്ട്. സെറ്റ് അല്ലടോ? റെഡി അല്ലേ? ഹലോ ഹലോ ഹലോ. ഓക്കെ, 30 മിനിറ്റ് ആയിട്ടുള്ളൂ അല്ലേ? ഒരുപാട് നേരമായ പോലെ. എന്നാ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ടൈം പോകുന്നിട്ട് അറിയൂല. ഇനി കോസ്റ്റ് യൂണിറ്റ്. കോസ്റ്റ് യൂണിറ്റ് എന്താ? കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇതിന്റെ കോസ്റ്റിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റിനാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയാം. ഉദാഹരണം, 1 കിലോ പഞ്ചസാരക്ക് എത്രയെന്ന് ചോദിക്കൂലേ? അപ്പൊ കോസ്റ്റ് നമ്മൾ എക്സ്പ്രസ് എന്തുമല്ല ചെയ്യണേ, 1 കിലോക്ക് ഇത്രയെന്ന് പറയൂലേ? അതിലല്ലേ എക്സ്പ്രസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പേന, നമ്പർ ഓഫ് പേന, ഒരു പേനക്ക് എത്രയെന്ന് ചോദിക്കൂലേ? അതാണ് കോസ്റ്റ് യൂണിറ്റ്. 1 ലിറ്റർ പെട്രോളിന് എത്രയെന്ന് ചോദിക്കൂലേ? നമ്മൾ കോസ്റ്റ് എക്സ്പ്രസ് ചെയ്യണ എങ്ങനെ, പെട്രോളിന് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര, ഒരു പെട്രോൾ 1 ലിറ്ററിനല്ലേ നമ്മൾ പറയാ, അല്ലാതെ ഒരു ബാരലിനാണോ പറയാ? ബാരലിന് പറയും ചില ആളുകള്, നമ്മളെ പോലത്തെ സാധാരണക്കാര് ലിറ്ററിനാ പറയാ. അപ്പൊ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതും കോസ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്നതുമായിട്ടുള്ള യൂണിറ്റിനാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് യൂണിറ്റ് ഈസ് ദ യൂണിറ്റ്, ഒരു യൂണിറ്റ് ആണ് ഇൻ വിച്ച്, അതിലാണ് കോസ്റ്റ് ഈസ് എക്സ്പ്രസ്ഡ്, കോസ്റ്റിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഞാനിപ്പോ ഒരു kgക്ക് ഇത്രയെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അസർട്ടൈൻ ചെയ്യുന്നത്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നൊക്കെ അങ്ങനെയാണ്. അത്തരം കോസ്റ്റ് യൂണിറ്റിനാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. സിമ ലണ്ടൻ എന്താ പറഞ്ഞ, എ യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് സർവീസ് ഓർ ടൈം. ഇതൊക്കെ ആവാം, ക്വാണ്ടിറ്റി ആവാം, ക്വാണ്ടിറ്റി ഓഫ് എ പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി ആവാം, സർവീസ് ആവാം. ഇത്ര, ഒരു ഹവറിന് ഇത്ര എന്ന് പറയുമ്പോൾ അവിടെ ക്വാണ്ടിറ്റി ഉണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ടൈം, അല്ലെങ്കിൽ ഒരു ജോബ് ചെയ്യുന്നതിന് ഇത്ര, ആ രീതിയിലൊക്കെ വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൈം ആവില്ല. ഇന്നൊരു പണി ചെയ്യാന് ഒരു പോസ്റ്റർ ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ ആ രീതിയിൽ സർവീസ് കൊടുക്കുകയാണ്. ആ കോസ്റ്റിനെ നമ്മൾ ഒരു പോസ്റ്ററിന് ഇത്ര, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് വർക്കിന് ഇത്ര, ഒരു GST ഫയലിങ്ങിന് ഇത്ര, അതൊരു ക്വാണ്ടിറ്റി ആണോ? ഓക്കെ. ഇനി ഒരു ടൈം, 1 മണിക്കൂർ ക്ലാസ് എടുക്കാൻ ഇത്ര രൂപ. ഇയാൾ അഭിഷാദ് ഗുരുവായൂർ പോലത്തെ ആളുകൾ ഒരു 4 മണിക്കൂർ ക്ലാസ്സിന് എത്ര, 50,000 രൂപ എന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പൊ അവിടെ ടൈമിലാണ്, പെർ ഹവർ എന്ന് പറയും, കോസ്റ്റ് പെർ ഹവർ എന്ന് പറയും. അതാണ് അവിടെ കോസ്റ്റ് യൂണിറ്റ്. ഓക്കെ. അപ്പൊ കോസ്റ്റ് യൂണിറ്റ് എന്ന് ചോദിച്ചാൽ ഇത് ഏതാ? കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ആണ് ഇൻ വിച്ച്, അതിലാണ് കോസ്റ്റിനെ എക്സ്പ്രസ് ചെയ്യുന്നതിനും കോസ്റ്റിനെ അസർട്ടൈൻ ചെയ്യുക. നമ്മൾ kgയിലല്ലേ ഇത് ചെയ്യുക, അല്ലെങ്കിൽ ലിറ്ററിലല്ലേ ചെയ്യുക, അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ. നോക്കുക, കോസ്റ്റ് യൂണിറ്റിന് ഓരോ എക്സാമ്പിള്. സിമെന്റ് ഇൻഡസ്ട്രിയിൽ ടെന്നിലാ പറയാ, അല്ലെങ്കിൽ ബാഗിനാ പറയാ. ഷുഗർ ടെന്നിനാണ് പറയാ. ടെലിവിഷനൊക്കെ ഒരു സെറ്റിന് ഇത്ര എന്നാ പറയാ. പെയിന്റ് ആകുമ്പോ ലിറ്ററിലാ പറയാ. കെമിക്കൽ ആകുമ്പോ ലിറ്ററിലാ പറയാ. ഓട്ടോമൊബൈല് വണ്ടിയൊക്കെ ആകുമ്പോ നമ്പറിലാ പറയാ. മൈൻസ് ആകുമ്പോ ടെന്നിലാ പറയാ. ടിമ്പർ, മരങ്ങളൊക്കെ ക്യൂബിക് എന്നുള്ള രീതിയിലാ പറയാ. ടെക്സ്റ്റൈൽസിൽ മീറ്റർ ആണ് പറയാ. ഇലക്ട്രിസിറ്റി ആകുമ്പോ കിലോ വാട്ടിലാണ് പറയാ. 1 കിലോ വാട്ട് കറണ്ടിന് ഇത്രയാണ് ചെലവാകുക. ട്രാൻസ്പോർട്ട് ആണെങ്കിലോ പാസഞ്ചർ കിലോമീറ്റർ, ഒരു പാസഞ്ചർ ഇത്ര കിലോമീറ്റർ പോകാൻ ഇത്ര രൂപ. ഒരു പാസഞ്ചറിന് ഇത്ര എന്ന് പറയാൻ പറ്റില്ല. ഒരു പാസഞ്ചർ 10 കിലോമീറ്റർ പോവുകയാണെങ്കിൽ 18 രൂപയാണ്. ഇതേ പാസഞ്ചറിന് 15 കിലോമീറ്റർ ആണെങ്കിൽ 23 രൂപയാണ്. അപ്പൊ പാസഞ്ചർ കിലോമീറ്റർ ആണ്. ഓക്കെ. ഹോട്ടലാണെങ്കിൽ പെർ കപ്പ്, ഒരു കപ്പിന് ഇത്രയാണ്. ഒരു പെഗ് എന്നൊക്കെ പറയില്ല, അതേപോലെ. അല്ലെങ്കിൽ ഒരു മീലിന് ഇത്രയാണ്. ഹോസ്പിറ്റലാണെങ്കിൽ ഒരു പേഷ്യന്റിന് ഒരു ദിവസം അങ്ങനെ പറയാം. ഒരു പേഷ്യന്റിന് ഇത്ര എന്ന് പറയാൻ പറ്റും. ഒരു പേഷ്യന്റ് 10 ദിവസം നിന്നാ കോസ്റ്റ് മാറും. ഹോസ്പിറ്റൽ റെന്റ് ഒക്കെ ഉണ്ടല്ലോ, റൂം റെന്റ് ഒക്കെ, അതുപോലെ. അങ്ങനെയൊക്കെ ഇതൊക്കെ കോസ്റ്റ് യൂണിറ്റിന് എക്സാമ്പിൾ ആണ്. ഒരു 3-4 ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ഉണ്ട്, കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് ഉണ്ട്. നമ്മളിപ്പോ ഇവിടെ പറഞ്ഞ പലതും എന്താണ്, ഇപ്പൊ നമ്പർ, സെറ്റ്, ലിറ്റർ എന്നൊക്കെ പറഞ്ഞ എന്താണ്, ഇത് ഒറ്റ ടേമേ പറഞ്ഞിട്ടുള്ളൂ, പെർ ലിറ്റർ, പെർ മീറ്റർ. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞത്. ഇവിടെ ഒക്കെ പെർ പാസഞ്ചർ കിലോമീറ്റർ, ഇവിടെ 2 എടുത്തിട്ടുണ്ട്.
രണ്ട് കോസ്റ്റ് യൂണിറ്റ് എടുത്തിട്ടാ ചെയ്തേ. യൂണിവേഴ്സിറ്റിയിൽ പെർ സ്റ്റുഡന്റിന് പെർ മന്ത് എന്ന് പറയുന്നത് പെർ മന്ത് എന്നുള്ളതും പെർ സ്റ്റുഡന്റ് എന്നുള്ള രണ്ടെണ്ണം വന്നിട്ടുണ്ട്. ഈ രണ്ടെണ്ണം കോമ്പോസിഷൻ നടത്തിയിട്ടാ മിക്സ് ചെയ്തിട്ടാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കോമ്പോസിഷൻ കോസ്റ്റ് അല്ലെങ്കിൽ കമ്പൈൻഡ് കോസ്റ്റ് എന്ന് പറയാൻ പറ്റും. സിമ്പിൾ കോസ്റ്റ് പറഞ്ഞാൽ സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് മെഷർ ജസ്റ്റ് വൺ ക്യാരക്ടറിസ്റ്റിക്സ്, ഏതുപോലെ ലെങ്ത്, വെയിറ്റ്, വോളിയം എന്നൊക്കെ പറഞ്ഞ പോലെ, പെർ കെ ജി എന്നൊക്കെ പറഞ്ഞ പോലെ. കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പിനേഷൻ ഓഫ് ടു സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ്. പേഷ്യന്റിന്റെ 10 കിലോമീറ്റർ, ഒരു ടെന്ന് ഇത്ര കിലോമീറ്റർ കൊണ്ടുപോകാൻ ഇത്ര രൂപ, ഒരു പാസഞ്ചറിന് ഇത്ര കിലോമീറ്റർ, പെർ പാസഞ്ചർ എന്നും പറയാ, പെർ കിലോമീറ്റർ എന്നും പറയാ. ഇത് രണ്ടും സിമ്പിൾ എന്തായിട്ടുള്ള കോസ്റ്റ് യൂണിറ്റ് ആണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പറയുമ്പോ എന്താ? കോമ്പോസിറ്റ് ആണ്. കോമ്പോസിറ്റും സിമ്പിളും ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്യാം. ഓക്കെ. കോസ്റ്റ് സെന്റർ, ഇതൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞതാ. കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഡിപ്പാർട്ട്മെന്റുകളൊക്കെയാണ് കോസ്റ്റ് സെന്റർ, അല്ലെങ്കിൽ ബ്രാഞ്ച്, സെക്ഷൻ ഒക്കെയാണ് കോസ്റ്റ് സെന്റർ എന്ന് പറയാം. ഫോർ ദ കോസ്റ്റിംഗ് പ്രൊഡക്റ്റ് ഓർ സർവീസ് ആൻ ഓർഗനൈസേഷൻ ഷുഡ് ബി ഡിവൈഡഡ് ഇൻ ടു ഡിപ്പാർട്ട്മെന്റ്, ബ്രാഞ്ച് ഓർ സെക്ഷൻ. ഈച്ച് ഡിപ്പാർട്ട്മെന്റ്, ഈച്ച് ബ്രാഞ്ച്, ഈച്ച് സെക്ഷൻ, അതിനൊക്കെയാണ് കോസ്റ്റ് സെന്റർ എന്ന് പറയാം. അപ്പൊ കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്റർ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്റർ നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ കേട്ടതായിരിക്കും. നേരെ മറിച്ച് ഞാന് ഇതെല്ലാം പറയാതെ ഈ കോസ്റ്റ് സെന്റർ ഓരോന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായിരിക്കും? ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. എന്നിട്ട് ഇതൊക്കെ പറയുന്ന സമയത്ത് എന്തൊക്കെയാണ് ഈ കേൾക്കുന്നതെന്ന് തോന്നും. അതുകൊണ്ടാണ് ലാസ്റ്റ് പറയുമ്പോൾ ഇതൊക്കെ അവിടെയും ഇവിടെയും കേട്ടതായതുകൊണ്ട് വലിയ സ്ട്രെസ് ഇല്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകാൻ പറ്റും. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു. അതാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്റർ നമ്മൾ ലാസ്റ്റിലേക്ക് വെച്ചിട്ടുള്ളത്. ഇൻ സിമ്പിൾ വേർഡ്സ്, കോസ്റ്റ് സെന്റർ മീൻസ് സെക്ഷൻ, ഡിപ്പാർട്ട്മെന്റ് ആണ് ഓഫ് ദ ബിസിനസ് ടു വിച്ച് കോസ്റ്റ് ക്യാൻ ബി ചാർജ്ഡ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും കോസ്റ്റ് ചാർജ് ചെയ്യും. അങ്ങനെ കോസ്റ്റ് ചാർജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്, സെക്ഷൻ ഒക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ ഒരു ലൊക്കേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആണ്. ചില സമയത്ത് പേഴ്സൺ ഔട്ടോ, സൂപ്പർവൈസർ അങ്ങനെയൊക്കെ. ഓർ ഐറ്റം ഓഫ് എക്യുപ്മെന്റ്, അതായത് മെഷീൻ ഒക്കെ വരും, അതും കോസ്റ്റ് സെന്റർ ആയിട്ട് വരും. ആ ഒരു മെഷീനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? കോസ്റ്റിനെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ. ഫോർ വിച്ച് കോസ്റ്റ് മേ ബി അസർട്ടൈൻഡ്, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക? കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് കൺട്രോളിന്റെ പർപ്പസിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ലൊക്കേഷനോ പേഴ്സണോ അല്ലെങ്കിൽ ഐറ്റം ഓഫ് എക്യുപ്മെന്റ് ഒക്കെ ആവാം. ഓക്കെ. ടൈപ്സ് ഓഫ് കോസ്റ്റ് സെന്റർ, ഓപ്പറേഷൻ കോസ്റ്റ് സെന്റർ ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ പ്രോസസ് കോസ്റ്റ് സെന്റർ ഉണ്ട്, പ്രൊഡക്ഷൻ കോസ്റ്റ് സെന്റർ ഉണ്ട്, സർവീസ് കോസ്റ്റ് സെന്റർ ഉണ്ട്, പേഴ്സണൽ കോസ്റ്റ് സെന്റർ ഉണ്ട്, ഇംപേഴ്സണൽ കോസ്റ്റ് സെന്റർ ഉണ്ട്. ഇങ്ങനെ പലതും ഉണ്ട്. ഓക്കെ. ഞാന് നാളത്തെ ഒരു അവസ്ഥ പറയാം. നാളെ ഞാൻ രാവിലെ 9:30 ഒരു സെക്ഷൻ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ എപ്പോഴാ പറ്റുക? നിങ്ങളൊരു ടൈം പറഞ്ഞേ. ഒരു 3 നേരം പോവാന്ന് കരുതുന്നുണ്ട്. അതിന് മാത്രമേ ഉള്ളൂ. ഈ ചാപ്റ്ററും പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സർവീസ് കോസ്റ്റിംഗ്, ഈ ചാപ്റ്റർ ഞാൻ ഇന്ന് ഫുള്ള് കംപ്ലീറ്റ് ആക്കുന്നില്ല. ഓക്കെ. കുറച്ചും കൂടെ ഉണ്ട്, 4 പേജും കൂടെ ഉണ്ട്. അത് തൽക്കാലം ഇങ്ങനെ തിയറി പറയല്ലേ. നാളെ ഓരോ 1 മണിക്കൂറിന്റെയും അരമണിക്കൂറിന്റെ ഒക്കെ ഒരു 3 സെഷൻ ആക്കി ഇട്ടാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നാളെ ഞാനും ഫ്രീ ആണ്. 9:30 ഒരു സെഷൻ വെക്കാം ഉച്ച സമയത്ത്, അല്ലെങ്കിൽ ഒരു 4 മണി സമയത്ത്. എങ്ങനെ? 9-11 ക്യൂട്ടീന്റെ റിവിഷൻ ക്ലാസ് ഉണ്ട് 9 to 11 ഉണ്ടോ? അപ്പൊ നമുക്ക് എപ്പോ പറ്റുന്ന ടൈം എന്ന് പറഞ്ഞേ? 12 to 1 പറ്റുമോ? അല്ലെങ്കിൽ 11:30 to 12:30? ഗ്രൂപ്പില് മെസ്സേജ് ഇട്ട് നോക്കി സാർ, എല്ലാവരും അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലുമൊക്കെ ടൈമായിട്ട് നമുക്ക് ഏതായാലും എനിക്കൊരു 1-2 മണിക്കൂർ നാളെ കിട്ടണം. അതോടുകൂടി എനിക്ക് കോസ്റ്റിംഗ് എന്ത് ചെയ്യണം? അവസാനിപ്പിക്കണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. 2 മണിക്കൂർ മതി, അത് തീർക്കാം. ഓപ്പറേഷൻ കോസ്റ്റ് സെന്റർ. ഓപ്പറേഷൻ കോസ്റ്റ് എന്താ? ഓപ്പറേഷൻ കോസ്റ്റ് സെന്റർ കൺസിസ്റ്റ് ഓഫ് ദോസ് മെഷീൻസ്. ഒന്നെങ്കിൽ മെഷീൻ ആവും. ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ മെഷീൻ മാത്രം മതിയാവും, അല്ലെങ്കിൽ ചിലപ്പോൾ മെഷീനും പേഴ്സണും കൂടെ വേണം. അങ്ങനെ സിമിലർ ഓപ്പറേഷൻ നടത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അങ്ങനെ നടത്തുന്ന ഒരു ലൊക്കേഷൻ, ഒരു സെന്ററിനാണ് ഓപ്പറേഷൻ കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത്. ഒരു മെഷീൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. എങ്കിൽ മെഷീനും ഒരു 4 മനുഷ്യന്മാരെയും വെച്ചിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഒരു മെഷീൻ ഇത്ര മെഷീൻ അവർ
ഒരു മെഷീൻ ഇത്രയാണ് ചെലവ് എന്ന് പറയുന്നത്, ഒരു മെഷീൻ ഇത്ര കോസ്റ്റ് എന്ന് പറയുന്നത്, അത് ഓപ്പറേഷൻ കോസ്റ്റ് സെന്റർ ആണ്. ഇനി പ്രോസസ് കോസ്റ്റ് ഉണ്ട്. പ്രോസസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ പ്രോസസ്സുകൾക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്. അങ്ങനെ വരുന്നതിനാണ് പ്രോസസ് കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞത്. പ്രൊഡക്ഷൻ കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നമുക്ക് എന്തുവാ, റെഗുലർ ആയിട്ട് പ്രൊഡക്ഷൻ നടത്തുന്നതിന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ എന്താണ്, പ്രൊഡക്ഷൻ കോസ്റ്റ് സെന്റർ ആണ്. പ്രോസസ്സ് ചെയ്യുന്നത് പ്രോസസ് കോസ്റ്റ് സെന്റർ ആണ്. സർവീസ് കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താ, സർവീസ് കൊടുക്കുന്ന അതിന് അങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റുകളെ നമ്മൾ സർവീസ് കോസ്റ്റ് സെന്റർ എന്ന് വിളിക്കും. പ്രൊഡക്ഷൻ നടത്തുന്ന ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് സെന്റർ എന്ന് പറയും. ഇനി എന്താണ്, പ്രോസസ് നടത്തുന്ന ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അതെന്താണ്, പ്രോസസ് കോസ്റ്റ് സെന്റർ എന്ന് പറയും. ഇനി ഒരു ഡിപ്പാർട്ട്മെന്റ് ഒന്നുമല്ല, ചെറിയ ഓപ്പറേഷൻസ് ഇങ്ങനെ ഓരോരുത്തർ വെവ്വേറെ ചെയ്യുന്നുണ്ട്. അത് മെഷീനും മാനും ഒക്കെ കൂടിയിട്ടാ ചെയ്യുന്നത് ചിലപ്പോൾ, അല്ലെങ്കിൽ മനുഷ്യൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവിടെ ഡിപ്പാർട്ട്മെന്റ് എന്നൊന്നും പറയാല്ല, അത് ഓപ്പറേഷൻ കോസ്റ്റ് സെന്റർ എന്നുള്ള രീതിയിൽ അവിടെ ഉപയോഗിക്കാനുള്ളൂ. ഇനി പേഴ്സണൽ കോസ്റ്റ് സെന്റർ അതേതാ, ഫോർമാന്, സെയിൽസ്മാന്, സൂപ്പർവൈസർ, ഇതിനു വേണ്ടി കോസ്റ്റ് ചെലവാക്കുന്നില്ലേ. അപ്പൊ ഇവിടെ ലൊക്കേഷൻ ആവാം, പലതും ആവാന്ന്, പേഴ്സൺ ആവാന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു, അതാണ് പേഴ്സണൽ കോസ്റ്റ് സെന്റർ. പേഴ്സണൽ കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് പേഴ്സൺ ഓഫ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആവാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണ്. അതിന് എക്സാമ്പിൾ ആണ് ഫോർമാന്, സെയിൽസ്മാൻ ഒക്കെ. ഇൻപേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ പേഴ്സണൽ ഉണ്ടാവില്ല, അവിടെ ലൊക്കേഷൻ ആവാം, ഐറ്റം ആവാം, അല്ലെങ്കിൽ എക്യുപ്മെന്റ് ആവാം, അല്ലെങ്കിൽ ഐറ്റവും എക്യുപ്മെന്റും ആവാം, ലൊക്കേഷനും എക്യുപ്മെന്റും ആവാം, ഇങ്ങനെയൊക്കെ വരും. ഇതാണ് ഇംപേഴ്സണൽ. ഈ ഇംപേഴ്സണലും പേഴ്സണലും ഇങ്ങനെ വന്ന് ഇതിൽ സർവീസ് ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഉണ്ടാവാം, പലതും ഉണ്ടാവാം. ഓക്കെ, ഇതൊക്കെയാണ് കാര്യങ്ങൾ. തൽക്കാലം നമുക്ക് ഇന്നോട് അവസാനിപ്പിച്ചാലോ, ഇനിയൊരു ഒന്നുമില്ലേ? ഇതൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാട്ടോ. ജസ്റ്റ് അത് അവിടെ നിൽക്കട്ടെ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ നാളെ പറയാം. ഇത് നിങ്ങൾക്ക് അറിയുന്ന എലമെന്റ്സ് ഓഫ് കോസ്റ്റ് ഞാൻ പറയുന്ന ഇത് കുറച്ചും കൂടെ ഫ്രഷിൽ സംസാരിക്കാന്ന് വെച്ചിട്ടാ, ഇത് രണ്ടുള്ള ഡിഫറൻസ് കേട്ടോ. ഓക്കെ, എലമെന്റ്സ് ഓഫ് കോസ്റ്റ് പറയാം. കോസ്റ്റ് മെറ്റീരിയൽ അറിയുന്നല്ലേ, മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ് ഉണ്ട്. മെറ്റീരിയലിനെ തന്നെ ഡയറക്റ്റും ഇൻഡയറക്റ്റും ആക്കും, ലേബറിനെയും ഡയറക്റ്റും ഇൻഡയറക്റ്റും ആക്കും, എക്സ്പെൻസിനെയും ഡയറക്റ്റും ഇൻഡയറക്റ്റും ആക്കും. അതുപോലെ തന്നെ ഇൻഡയറക്റ്റുകളൊക്കെ എടുക്കുക. ഈ ഇൻഡയറക്റ്റ് ഒക്കെ ഫാക്ടറി ഓവർഹെഡ് ആവാം, ഓഫീസ് ഓവർഹെഡ് ആവാം, സെല്ലിംഗ് ആവാം, ഡിസ്ട്രിബ്യൂഷൻ ആവാം. ഇതിനാണ് എലമെന്റ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. മെറ്റീരിയൽ എന്താന്ന് അറിയില്ലേ, മെറ്റീരിയൽ എന്താ, മെറ്റീരിയൽ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തതാ. സബ്സ്റ്റൻസ് ആണ് ഒരു പ്രൊഡക്റ്റ്, ആ ഒരു പ്രൊഡക്റ്റ് എന്നാണ് നമ്മൾ ആ ഒരു സബ്സ്റ്റൻസ് എന്നാണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്, അതിനെയാണ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ എന്താ പറഞ്ഞില്ലേ, ഒരു പ്രൊഡക്റ്റിൽ ഡയറക്ട്ലി കാണാൻ പറ്റുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഇതൊക്കെ ആ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോകുന്നത്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിൽ ഡയറക്റ്റ് കാണാൻ പറ്റൂല. ഒരു പ്രൊഡക്റ്റിൽ ഓയിൽ ഒഴിച്ചിന്, ആ ഓയിൽ ഇങ്ങനെ കാണാൻ പറ്റുമോ? ഗ്രീസ് ഒഴിച്ചിന് കാണാൻ പറ്റുമോ? ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനത്താണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ലേബർ ഉണ്ട്. ലേബർ എന്ന് പറഞ്ഞാൽ എന്താ, മെറ്റീരിയലിനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കാനുള്ള ഹ്യൂമൻ എഫേർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലേബർ എന്ന് പറയുന്നത്. ഇതും ഡയറക്റ്റ് ലേബർ ഉണ്ട്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഡയറക്ട്ലി ആ പ്രൊഡക്റ്റിൽ കൺവീനിയന്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലേബർ എന്ന്, ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കാണാൻ പറ്റൂല. സൂപ്പർവൈസർ, ഫോർമാന്, വാച്ച്മാന്, സെയിൽസ്മാൻ, ഇതൊക്കെയാണ്. ഓക്കെ, എക്സ്പെൻസസ്, ഡയറക്റ്റ് എക്സ്പെൻസും ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഉണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസിന് പാറ്റേൺ, മോഡൽസ്, അതുപോലെ തന്നെ സ്പെഷ്യൽ ഡ്രോയിങ്സ്, ഇതൊക്കെ ഞാൻ നിങ്ങളോട് മുമ്പ് വാങ്ങിച്ചിരുന്നു, ഇതൊന്ന് കണ്ടെത്തി വരിയെന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്, ടാക്സ്, ഇൻഷുറൻസ്, ഡിപ്രീസിയേഷൻ പോലത്തെ. ഓക്കെ, ഇനി ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഡയറക്റ്റിനെയും കൂടെ ഒന്നിച്ച് പറയുന്നതാണ് എന്ത്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ എല്ലാം കൂടെ അഗ്രഗേറ്റ് ചെയ്യുന്നതിനാണ് ഓവർഹെഡ് എന്ന് പറയുന്നത്. അതായത് അഗ്രഗേറ്റ് ഓഫ് ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെയാണ് ഓവർഹെഡ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, പറയാ. ഇതൊക്കെ നമ്മൾ ഓവർഹെഡ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്താണ്. ഫാക്ടറി ഓവർഹെഡ് ഉണ്ട്. ഫാക്ടറി ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഫാക്ടറിയിലുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെയാണ് എന്ത് പറയാ, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചെലവുകളാണ് നമ്മൾ എന്ത് പറയാ, ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയാ. ഫാക്ടറിയിലുള്ള ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഫാക്ടറിയിലുണ്ട് ഇൻഡയറക്റ്റ് ലേബർ, ഫാക്ടറിയിലുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അതിന് എക്സാമ്പിൾ എന്താ, ഫാക്ടറി റെന്റ്, പ്ലാന്റിന്റെ ഡിപ്രീസിയേഷൻ, റിപ്പയർ ഓഫ് മെഷീനറി, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുക അതിൽ വരിക. ഡ്രോയിങ് ഓഫീസിന്റെ സ്റ്റാഫ് സാലറി, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇനി ഓഫീസ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ, പോളിസി, പ്ലാനിങ്, കൺട്രോളിങ്, ഡയറക്റ്റിംഗ്, മോട്ടിവേറ്റിംഗ് ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചെലവുകളാണ് എന്ത് പറയുന്നത്, ഓഫീസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഉണ്ട്, ഓഫീസ് റെന്റ് ഉണ്ട്, ഓഫീസ് സാലറി ഉണ്ട്, പോസ്റ്റേജ്, സ്റ്റേഷനറി, ലീഗൽ ചാർജസ്, ഓഡിറ്റ് ഫീ,
അക്കൗണ്ടന്റ് സാലറി, ഇത്തരം കാര്യങ്ങളൊക്കെ ഓഫീസ് ഓവർഹെഡ്, അതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. സെല്ലിംഗ് ഓവർഹെഡ് ഉണ്ട്. സെല്ലിംഗ് എന്താ? സെയിൽസ് പ്രൊമോഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഡയറക്ട് എക്സ്പെൻസും ആണ്. ബാഡ് ഡെറ്റ്, മാർക്കറ്റ് റിസർച്ച്, ട്രാവലറിന്റെ സാലറി, സെയിൽസ് ഓഫീസ്, ഷോറൂമിന്റെ എക്സ്പെൻസ്, സെയിൽസ് മാനേജർ സാലറി, ഇതൊക്കെ. ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു സാധനം ഒരു സ്ഥലത്തേക്ക് എത്തിക്കണം, അതിനല്ലേ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് പാക്കേജിങ് കൊടുക്കണം, വെയർ ഹൗസ് നടത്തേണ്ടി വരും, ഡെലിവറി വാൻ വേണ്ടി വരും. അത്തരം സാധനങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത്. പിന്നെ കോസ്റ്റ് കോമ്പണന്റ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പ്രൈം കോസ്റ്റ് നമുക്കറിയാം. എന്താ പ്രൈം കോസ്റ്റ് പറഞ്ഞാൽ? ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് എക്സ്പെൻസും കൂടെ കൂടുന്ന. ഫാക്ടറി കോസ്റ്റ് നമുക്കറിയാം അല്ലെ, ഫാക്ടറിയിലുള്ള കോസ്റ്റിന്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ടോട്ടൽ കോസ്റ്റ്, ഇതൊക്കെ നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ കണ്ടതാണ്. പ്രൈം കോസ്റ്റ് എന്താണെന്ന് കണ്ടോ? ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും. ഫാക്ടറി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫാക്ടറി കോസ്റ്റ്, വർക്ക് കോസ്റ്റ് പറഞ്ഞാൽ പ്രൈം കോസ്റ്റിലേക്ക് ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് എന്ന് പറയും. ഇതൊക്കെ നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചതല്ലേ. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വർക്ക് ഫാക്ടറി കോസ്റ്റിലേക്ക് എന്ത് ചെയ്യുക? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷനും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തായി മാറി? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയി മാറി ടോട്ടൽ. ഓക്കെ, ഫാക്ടറി കോസ്റ്റും മറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാതും വന്നു. ഇത് ഇവിടെ കുറച്ചും കൂടെ വ്യക്തമായി കാണാൻ പറ്റും. ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് ലേബറും വരുന്നത് പ്രൈം കോസ്റ്റ് ആണ്. ഈ പ്രൈം കോസ്റ്റും ഫാക്ടറി ഓവർഹെഡും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഫാക്ടറി കോസ്റ്റ് ആണ്. ഫാക്ടറി കോസ്റ്റും ഓഫീസും കൂടെ കൂട്ടിയാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും സെല്ലിങ്ങും കൂട്ടിക്കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് സെയിൽ അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ആണ്. ഇത് യൂണിറ്റ് കോസ്റ്റിംഗിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സെറ്റ് അല്ലേ? ഓക്കെ, ഈ ഡിഫറൻസ് ഞാൻ നാളെ നല്ലൊരു ഫ്രഷിൽ പറയാം കേട്ടോ. ഒന്നുമില്ല, ചെറിയ സംഭവമാണ്, പക്ഷെ ഇത് ഞാൻ എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്ത സാധനങ്ങൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ഇതിൽ നിങ്ങളെ കോസ്റ്റ് യൂണിറ്റ് എന്താണെന്നും കോസ്റ്റ് സെന്റർ എന്താണെന്നും പഠിക്കുക. ഈ ഡിഫറൻസ് കൂടെ നോക്കുക. രണ്ടും തമ്മിൽ വലിയ മാറ്റമൊന്നുമില്ല. ഒന്ന് പ്രൊഡക്റ്റിനാണ്, ഒന്ന് ഒരു ലൊക്കേഷനാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകും. നമുക്ക് അത് നോക്കാം. ഇതിന് 5 പോയിന്റ് അല്ലേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇനി സർവീസ് കോസ്റ്റിംഗ് കൂടെ എടുത്തു കഴിഞ്ഞാൽ കഴിയും. അതിനാണ് 1 മണിക്കൂർ മാക്സിമം എന്ത് ചെയ്യേണ്ടത്? വേണ്ടത്. അതാണ് നമുക്കൊരു നാളെ 2 മണിക്കൂർ മൊത്തത്തിൽ വേണം പല കാര്യങ്ങൾക്കായിട്ട്. അതോടുകൂടി നമ്മളെ ചാപ്റ്റർ അവസാനിക്കും കേട്ടോ. സെറ്റ് അല്ലേ? പിന്നെ ബജറ്റിൽ 1-2 കാര്യങ്ങളൊക്കെ പറയാണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു, അതൊക്കെ കൂട്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ബാലൻസ് ഉള്ള ഈ കാര്യം ഒന്ന് ഓർത്തു വെക്കുക. എന്നിട്ട് നമ്മൾ മറ്റേലേക്ക് പോകും. സർവീസ് കോസ്റ്റിംഗിലാണോ മറ്റേ കിലോമീറ്ററിന്റെ എന്തോ ഒരു പ്രോബ്ലം? അതെ, അതാണ് സർവീസ്. അതിലാകെ ചോദിക്കുകയാണെങ്കിൽ അതാകെ ഇത്രയും കാലത്തിൽ ഒരു തവണ ചോദിച്ചിട്ടുള്ളൂ. 2022 പേപ്പറിലത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അത് സിമ്പിൾ ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടുന്ന് കോഴിക്കോടേക്ക് പോകാന് ഇത്ര പാസഞ്ചർ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഒരു 10 മിനിറ്റ് മെനക്കെടാനുള്ളൂ. ഓക്കെ, അതോടുകൂടെ നമുക്ക് തൽക്കാലം കാര്യങ്ങൾ അവസാനിപ്പിക്കാം. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് ഞാനൊരു റിവിഷൻ പോലെയാണ് ഈ ക്ലാസ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ ബാക്കിയെല്ലാം ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോയതായതുകൊണ്ട്.